ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കോട്ടയം മനോരമയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളൊരു ഡേ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിമാറിൻ്റെ വർക്ക്ഷോപ്പിൽ സെമിനാറിൽ എനിക്കൊന്ന് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം. ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ നമ്മുടെ ഈ മേക്കപ്പിൻ്റെ എന്താ പറയുന്നത്, മേക്കപ്പിൻ്റെ അങ്ങേ തലയ്ക്കൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു നേരിട്ട് കണ്ട് മാമിൻ്റെ വായിൽ നിന്ന് തന്നെ അതിൻ്റെ ടെക്നിക്സ്, പ്രോഡക്ട്സ് പരിചയം ഇതെല്ലാം ഒന്ന് അറിയാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, മക്കളുള്ളവരും പക്ഷേ നമ്മൾ പഠിക്കാനായിട്ട് ഒരു ഇത് ചെല്ലുമ്പോൾ നമ്മളെല്ലാം കുട്ടികളാണല്ലോ. ഇതാ വന്നു നമ്മുടെ രഞ്ജിമാർ വന്നിരുന്ന് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങളും കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് ആരംഭിച്ചത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടും മേക്കപ്പിനെ പറ്റി എനിക്ക് രഞ്ജു മാമിനെ പോലുള്ള അത്രയും വലിയൊരു മേക്കപ്പ് സെലിബ്രിറ്റി ആർട്ടിസ്റ്റിൻ്റെ വായിൽ നിന്നും നമുക്ക് അങ്ങനെ അനുഭവിച്ചറിയണം, നേരിട്ട് കണ്ട് പഠിക്കണം, നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചോദിച്ചറിയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതെൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മോഡലിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഗുരുവായൂർ ഇപ്പം രഞ്ജു മാമിൻ്റെ തന്നെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളിപ്പം നമ്മുടെ ഗുരുവായൂർ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഗുരുവായൂർ ഇപ്പം മേക്കപ്പ് സ്റ്റുഡിയോ ഒക്കെ ഇട്ടിട്ടുള്ള അവരുടെയും രഞ്ജു മാമിൻ്റെ ഒക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആളാകട്ടോ. സുധിമാമിയോ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇങ്ങേരുടെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. എങ്കിലും അങ്ങനെയാണ് നമ്മളുടെ ഹെയറിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വന്നത് കേട്ടോ. നല്ല രീതിയിൽ ഹെയർ എങ്ങനെയാണ് നമുക്ക് അടിസ്ഥാനം, അതായത് ഫസ്റ്റ് നമ്മൾ ഹെയറിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഏത് സ്റ്റൈലിലേക്ക് മാറ്റേണ്ടതെന്നും, ബ്ലോഡറി ആയിക്കോട്ടെ, അയണിങ് ആയിക്കോട്ടെ, ക്രിമ്പിങ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു തന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആയിക്കോട്ടെ, ഒരു പാർട്ടി മേക്കപ്പ് ആയിക്കോട്ടെ, എല്ലാമെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ബേസ് തൊട്ട് കറക്റ്റ് ലെവലിൽ പോയാലേ ഉള്ളൂ നമുക്ക് നല്ല ഗ്ലോയും ഇത് എല്ലാം ഫുള്ളായി കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയും നല്ലൊരു ഗ്ലോയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അത്രയും പേർക്ക് നല്ല രീതി ഞങ്ങളെല്ലാവരും ചോദിച്ച ഓരോ ഡൗട്ട്സിനും നല്ല ഭംഗിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടും മേക്കപ്പിൻ്റെ ടെക്നിക്സ് നമുക്ക് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇത് ഫൗണ്ടേഷൻ ഏതിടണം, പ്രൈമർ ഏതിടണം, എങ്ങനെയുള്ളവർക്ക് എങ്ങനെയുള്ള പ്രൈമർ വേണം, അതുപോലെ തന്നെ ഫൗണ്ടേഷന്, കൺസീലർ, നമുക്ക് കൺസീലറിനെ പറ്റി നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. കൺസീലർ, പിന്നെ നമുക്ക് ലാസ്റ്റ് ഇടുന്ന കോമ്പാക്റ്റ് പൗഡർ ആയിക്കോട്ടെ, ലൂസ് പൗഡർ ആയിക്കോട്ടെ, അതിനെപ്പറ്റിയും കാര്യങ്ങളും, പിന്നെ ഓരോ സ്കിന്നിനും എങ്ങനെയുള്ള മേക്കപ്പാണ് വേണ്ടത്, ഓരോ കുണ്ടും കുഴിയൊക്കെയുള്ള സ്കിന്ന് കാണത്തില്ലേ, അങ്ങനെയുള്ളവർക്ക് ഏത് പ്രൈമറാണ്, അതായത് ബേസ് മുതൽ തൊട്ട് കൊടുത്തു പോയാലേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ബ്രൈഡിനെ അണിയിച്ചൊരുക്കി അതിൻ്റേതായ ഭംഗിയിൽ പുട്ടി അടിച്ച പോലെ ഒന്നും ഇരിക്കാതെ നല്ലൊരു ഗ്ലാസ് സ്കിന്നായിട്ട്, അതായത് മിക്കവരുടെയും നമ്മൾ കണ്ടിട്ടില്ലേ രഞ്ജിമാറിനെ പോലുള്ള ഹൈ ആയിട്ടുള്ള ബ്രൈഡൽ നല്ല സെലിബ്രിറ്റി ആർട്ടിസ്റ്റൊക്കെ നമ്മളെ ഓരോ ബ്രൈഡിനെ ഒരുക്കി കഴിയുമ്പോൾ അവരുടെ സ്കിൻ എങ്ങനെ ഇരിക്കും, നല്ല ഗ്ലാസ് സ്കിന്നായിട്ടിരിക്കും. അതായത് നല്ല ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ നമ്മളെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കുണ്ടും കുഴിയും പാണ്ടിനെയും എല്ലാം മറച്ച് നല്ല സൂപ്പറായിട്ട് ആ മുഖത്ത് നല്ല അതിന് പറയുന്നത് ഒരു മെഴുന്നിരിക്കുന്ന ഒരു സ്കിൻ, അതായത് ഒരുക്കി കഴിയുമ്പോൾ പുട്ടി അടിച്ച പോലെയും ഡാൻസ് മേക്കപ്പും അല്ലാതെയും ഉള്ള ഒരു മേക്കപ്പുണ്ട്. അതാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അതായത് നോ മേക്കപ്പ് ആയിരിക്കണം. പുട്ടി അടിച്ച പോലെയും വാരി അടിച്ച് തേച്ച പോലെയും ഇതിനൊക്കെ നല്ല ജെല്ലുകളുണ്ട് കേട്ടോ. എനിക്കറിയാൻ
ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. നമുക്ക് ഒരു ജെല്ലുണ്ട്, അതൊക്കെ കൊറിയൻ രീതിയിലുള്ള ജെൽ, നല്ല എക്സ്പെൻസീവായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്തായാലും ഞാൻ എല്ലാം വാങ്ങിക്കുമെന്ന് കരുതി എൻ്റെ കയ്യിലില്ലാത്ത പ്രോഡക്ട്സുകളെല്ലാം ഈ ഒരു ക്ലാസ്സോടുകൂടി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ എനിക്ക് ബ്രൈഡൽ മേക്കപ്പ് നല്ല രീതിയിൽ, അതായത് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലെ കാര്യങ്ങളും ബ്രൈഡൽ മേക്കപ്പ് വരും, അതിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം കൂടി ആയിരുന്നു. ഇപ്പോൾ കൊറോണ ടൈം വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ തന്നെ പാർലർ ഇട്ടതും കൊണ്ട് ഞാൻ അതൊക്കെ അങ്ങൊന്ന് മാറ്റി വയ്ക്കാൻ പോവുക. ഫേഷ്യൽ, പെഡിക്യൂർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പാർലറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബ്രൈഡൽ മേക്കപ്പിലേക്ക്, അതായത് നല്ല ഒരു രീതിയിൽ ബ്രൈഡൽ മേക്കപ്പ്, എന്തെങ്കിലും പ്രോഡക്ട്സ് കയ്യിലില്ലാത്തുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി വാങ്ങിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചെയ്യാമെന്ന് കരുതിയിരിക്കുവാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഘട്ടമായത് കേട്ടോ, അതായത് മുടി ശരിക്കും നമുക്ക് മുടിയുടെ ഓരോ നമ്മൾ ലാസ്റ്റാണ് നമ്മൾ മുടി ഏത് സ്റ്റൈലിലാക്കണം, ഏത് സ്റ്റൈൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതിന് മുൻപുമായിട്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യണം, അയണിങ് ചെയ്യണം, ക്രിമ്പിങ് ചെയ്യണം, ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ സ്റ്റൈലിലോട്ട് കയറുന്നത്. ഇതെല്ലാം നല്ല രീതിയിൽ നല്ല ഏറ്റവും വലിയ ആളുടെ വായിൽ നിന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടമാണ്, അതായത് നമ്മൾ മേക്കപ്പ് ഒരു കൺസീൽ വരെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹെയർ ചെയ്യുക, എന്നിട്ട് ബാക്കി അപ്പോഴേക്കും മുഖം നമ്മുടെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വന്നതിന് ശേഷം വേണം നമ്മൾ മുഖത്തേക്ക് ബാക്കി കാര്യങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്ലാസ് മേക്കപ്പ് പോലെ, ഒരു ഡ്രൈനെസ് ഇല്ലാതെ, അങ്ങനെ ഒരു പറയുന്ന രീതിയിലുള്ള മേക്കപ്പ് കാണാനും പഠിക്കാനും പറ്റി. ഒരുപാട് ടെക്നിക്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ചോദിച്ചതിനെല്ലാം നല്ല റിപ്ലൈ കിട്ടി. അതുപോലെ തന്നെ ഐബ്രോസിനായിട്ട് അതിൻ്റേതായ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതുപോലെ ഐ മേക്കപ്പ് ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിനായിട്ട് തന്നെയുള്ള പ്രോഡക്ട്സുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അതുപോലെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ, ഏറ്റവും ഞാൻ ആരാധിക്കുന്ന ഏറ്റവും മുന്തിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ലിജു മാമിനെ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് പിന്നെ എൻ്റെ ഫേസ് എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനലിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ശുഭ നായർ വ്ലോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക്. അപ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാവരും വിളിച്ച് പറഞ്ഞു ഇനി ചോറുണ്ടില്ലേലും കുഴപ്പമില്ല, സമാധാനമായിരുന്നു പറ. അതായത് എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് മാമിൻ്റെ വായിൽ നിന്നും എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് അങ്ങനെ ആ ഒരു അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം. നമ്മളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്ത്, നമ്മുടെ കൈയും നമുക്ക് എവിടെയൊക്കെ പുറത്ത് കാണുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ മുഖം പോലെ തന്നെ ആക്കി ഒരു സിമ്പിൾ മേക്കപ്പ്, അതാണ് നമ്മളുടെ ആവശ്യം. അല്ലാതെ പുട്ടി അടിച്ച ഒരു ബ്രൈഡിനെ കിട്ടിയ പുട്ടി അടിച്ച പോലെയും അതിൻ്റേതായ രീതിയിലാക്കി കൊടുക്കാതെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട്, എനിക്ക് അതായിരുന്നു വേണ്ടത്. ഈ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്രൈനെസ് ഇല്ലാതെ ഒരു ഗ്ലോ ഉണ്ടായ ഒരു ഗ്ലാസ് മേക്കപ്പ്, അതായിരുന്നു എനിക്ക് അത്യാവശ്യം. അതെല്ലാം മാമിൻ്റെ വായിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് അതിൽ കൂടുതലും. അപ്പോൾ ഓരോ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡൗട്ട്സും ക്ലിയറായി. അപ്പോൾ ഇതാണ് ഇതൊരു പാർട്ടി മേക്കപ്പ്. പക്ഷേ ഫേസ് കണ്ടോ, ഇതുപോലെ ഇരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഫേസ് നമ്മൾ ബ്രൈഡിനെ ഒരുക്കുന്ന അതേ രീതിയിലുള്ള ഫേസാണ് കാണിച്ചത്. പിന്നെ മുടി സ്റ്റൈലും കണ്ണിൻ്റെ ഐ ഷാഡോ ഇട്ടതൊക്കെ കുറച്ചൊരു പാർട്ടി സ്റ്റൈലിലോട്ടായിപ്പോയി. പക്ഷേ ഫൗണ്ടേഷൻ, കൺസീലർ എല്ലാം നമുക്ക് ബ്രൈഡിനെ ഒരുക്കുന്ന അതേ രീതിയാണ് പറഞ്ഞു തന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇത് കണ്ടോ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം, അതായത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ സംസാരിച്ചു മാം. ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതൊക്കെ മാമിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്, ഇതെൻ്റെ ഒരു ഫ്രണ്ടാകട്ടോ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും, പിന്നെ നമ്മുടെ തൊട്ടടുത്തിരുന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ജീവിതത്തിൽ മേക്കപ്പിൻ്റെ അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളെപ്പോഴും തളർന്നിരിക്കുക, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ
ഒരുപാട് കാര്യങ്ങൾ ആ വായിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. പിന്നെ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ, വനിതയുടെ ആയിരുന്നു ഇത്. അതുകൊണ്ട് വനിതയുടെ നമുക്ക് 6 മാസത്തെ വനിതയൊക്കെ ഇവർ ഫ്രീ ആയിട്ട് തരും കേട്ടോ. പിന്നെ നമുക്ക് എന്താ ഇത് ഈ നമ്മുടെ വർക്ക്ഷോപ്പിന് ഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞത്. ഇവിടെ നമ്മളെ ഒരുപാട് തവണ നമ്മുടെ എല്ലാവരും കൂടെ നിർത്തി. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അവിടെ ചെന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് പിരിഞ്ഞതായിരുന്നു. എൻ്റെ ഫേസ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു രീതി പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ. പിന്നെ മാമിൻ്റെ ഫോട്ടോ ഒരുപാട് പേര് നമ്മുടെ അവിടെയുള്ള ആൾക്കാർ തന്നെ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ ചെയ്യണമെന്ന് ആണോ കറക്കി കേട്ടോ. എന്നിട്ട് എനിക്കിതൊക്കെ ജീവിതത്തിൽ നമ്മുടെ തൊഴിലെന്ന് പറയുന്ന ബ്യൂട്ടീഷ്യൻ 97 മുതൽ ഇങ്ങോട്ടുള്ള. അപ്പം ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ? എന്താ ചാനലിന്റെ പേരെന്താ? ശുഭ നായർ വ്ലോഗ്. ഓക്കെ, അപ്പൊ എല്ലാരും കാണൂട്ടോ. നിമിഷവും എല്ലാം ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തന്നതായിരുന്നു.